ശബരിമലയിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധി പ്രകാരമെന്ന് റിപ്പോർട്ട്. അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയത്. 2017 അഭിഭാഷക കമ്മീഷണർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത്. കോടതി റിപ്പോർട്ട് അംഗീകരിച്ചതായും തെളിവുകളുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ വിവാദം ഉടലെടുത്തത്. അത് ചട്ടപ്രകാരം തന്നെയാണ് തന്ത്രിക്ക് കൈമാറിയത് എന്ന് പറയുകയാണ് അഭിഭാഷക കമ്മീഷണർ പോലും. വിവരങ്ങൾ. അതെ നീലിമ, അതായത് പഴയ ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം അത് SIT പിടിച്ചെടുത്തിരുന്നു. അത് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിലടക്കം വലിയ രീതിയിൽ വിവാദം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ കൂടി പുറത്തു വരുന്നത്. അതായത് 2017 മാർച്ച് മാസം 2-ാം തീയതി അഭിഭാഷക കമ്മീഷണറായ ASP കുറുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വാജിവാഹനം പാരമ്പര്യ വിധി പ്രകാരമാണ് തന്ത്രിയായിട്ടുള്ള വ്യക്തിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ സുപ്രധാനമായിട്ടും പറയുന്നത്. അഭിഭാഷക കമ്മീഷണറുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിലാണ് ഈ വാജിവാഹനം നൽകിയിട്ടുള്ളത്. ഇത് 2017 സമർപ്പിച്ച മാർച്ച് മാസം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഈ വാജിവാഹനം എടുക്കുന്നതിന് മുൻപ്, അതായത് ഈ കൊടിമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ അനുജ്ഞ അടക്കം തേടിയിരുന്നുവെന്നും അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിശോധിക്കുകയും വിലയിരുത്തുകയും ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ അഭിഭാഷക കമ്മീഷണറുടെ പ്രവർത്തനം മാതൃകാപരമെന്നുള്ളതായിരുന്നു അന്ന് ഹൈക്കോടതി ഉത്തരവിലടക്കം ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതിയുടെ തന്നെ അറിവോടുകൂടി തന്നെയാണ് തന്ത്രിക്ക് വാഹനം കൈമാറിയിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലും നിയമവിരുദ്ധതയില്ല. രഹസ്യമായിട്ടല്ല ഇത്തരത്തിൽ വാജിവാഹനം തന്ത്രി കൈപ്പറ്റിയത്. സ്വാഭാവികമായിട്ടും ശബരിമലയിലെ എല്ലാ നടപടികളും, അത് ചടങ്ങുകളാണെങ്കിലും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഹൈക്കോടതി അറിയിക്കേണ്ടതുണ്ട്. പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അഭിഭാഷക കമ്മീഷണറെ ഹൈക്കോടതി തന്നെ നിയോഗിച്ചത്. അദ്ദേഹം കൃത്യമായിട്ട് ഇടവേളകളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിലാണ് ഈ ഫെബ്രുവരി മാസം 2017 ഫെബ്രുവരി മാസം നടന്ന അനുജ്ഞ വാങ്ങിക്കൽ അടക്കമുള്ള ചടങ്ങുകളും തുടർന്ന് ഈ വാജിവാഹനം തന്ത്രിക്ക് പാരമ്പര്യ വിധി പ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ അതിനുശേഷം ഈ ധ്വജത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അത് എന്ത് ചെയ്തു, ഒപ്പം തന്നെ ഈ സ്വർണം പൂശിയിട്ടുള്ള മറ്റ് ഭാഗങ്ങൾ ഒക്കെ തന്നെ അത് പിന്നീട് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച കാര്യവും ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതിന് മുൻപ് കൃത്യമായിട്ട് അതിന്റെ അളവ് തൂക്കം രേഖപ്പെടുത്തുന്നുണ്ട്. തിരുവാഭരണം കമ്മീഷണറുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും ഒക്കെ തന്നെ, അതായത് അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ്, അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഇതിന്റെ ഒക്കെ തന്നെ അളവ് രേഖപ്പെടുത്തിയതിനു ശേഷം സന്നിധാനത്തെ തന്നെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത്. എന്തായാലും ഈ തന്ത്രി വാജിവാഹനം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദം ഉയരുകയും അത് മാത്രമല്ല വാജിവാഹനം SIT പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഉത്തരവും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ അഭിഭാഷക കമ്മീഷൻ നേരിട്ട് പരിശോധിക്കുകയും ഏകോപനം നടത്തുകയും. രേഷ്മ, അപ്പോൾ തന്ത്രിയെ ഈ വാജിവാഹനത്തിന്റെ പേരിൽ വലിയ വിവാദത്തിൽപ്പെടുത്താൻ, കേസിൽപ്പെടുത്താൻ ഒക്കെ ഉദ്ദേശിച്ചവർക്കുള്ള വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വാജിവാഹനം കൈമാറുന്നത് ഹൈക്കോടതി അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ്. അത് ശരിവച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിലെ റിപ്പോർട്ടിൽ. രേഷ്മയാണ് വിശദ റിപ്പോർട്ട് നൽകിയത്.